ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC വൈബ്. PSC പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ജോഗ്രഫിയാണ്. അതിലെ അന്തരീക്ഷത്തിൻ്റെ ഘടനയെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. PSCയുടെ ഒരു ഷുവർ ടോപ്പിക്കാണ് അന്തരീക്ഷ ഘടന. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാം. നമുക്കറിയാം, അന്തരീക്ഷം എന്ന് പറയുന്നത് ഭൂമിയെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന വാതകങ്ങളുടെ കവചത്തെയാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. ഭൂമിയുടെ പുതപ്പാണ് അന്തരീക്ഷം. ഭൂമിയെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന വാതകത്തിൻ്റെ ഒരു കവചമാണ് അന്തരീക്ഷം. ഭൗമോപരിതലത്തിന് മുകളിലോട്ട് വ്യാപിച്ച് കാണപ്പെടുന്ന വാതകങ്ങളുടെ മിശ്രിതവും ജലബാഷ്പവും പൊടിപടലവും ഒക്കെ ചേർന്നതാണ് അന്തരീക്ഷം. ഭൗമോപരിതലത്തിന് മുകളിലോട്ട് വ്യാപിച്ച് കാണപ്പെടുന്ന വാതകങ്ങളുടെ മിശ്രിതവും ജലബാഷ്പവും പൊടിപടലവും ഒക്കെ ചേർന്നതാണ് അന്തരീക്ഷം. അപ്പോൾ ഭൂമിയെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന വാതകങ്ങളുടെ ഒരു കവചമാണ് അന്തരീക്ഷം. ഇനി PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണ്, 78%. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജനാണ്, 78%. നൈട്രജൻ കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജനാണ്, 21%. നൈട്രജൻ കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഓക്സിജനാണ്. എത്രയാണ്? 21%. അത് കഴിഞ്ഞാൽ പിന്നെ ആർഗണാണ്, 0.9%. 4ാം സ്ഥാനമാണ് കാർബൺ ഡൈ ഓക്സൈഡിന്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ശതമാനം 0.038%. ഏകദേശം 0.38%മാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജനാണ്, 78%. ഓക്സിജൻ എത്ര ശതമാനമാണ്? 21%. ഓക്കെ, അപ്പോൾ അന്തരീക്ഷത്തിലെ വാതകങ്ങളിൽ 99% നൈട്രജനും ഓക്സിജനുമാണ്. നൈട്രജൻ ഓക്സിജനും കൂടെ ആകെ 99%. നൈട്രജൻ 78, ഓക്സിജൻ 21. ഓക്കെ, ഇനി ഊഷ്മാവിൻ്റെയും സാന്ദ്രതയുടെയും അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ നമുക്ക് 5ആയിട്ട് തിരിക്കാം. ഊഷ്മാവിൻ്റെയും സാന്ദ്രതയുടെയും അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ എത്രയായിട്ട് തിരിക്കാം? 5ആയിട്ട് തിരിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. അതേതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ട്രോപ്പോസ്ഫിയർ, അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി, ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ. മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങി പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം കാണപ്പെടുന്ന പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഓക്കെ, ഇനി ധ്രുവപ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയറിൻ്റെ ശരാശരി ഉയരം ഏകദേശം 8 കിലോമീറ്റർ ആണ്. ധ്രുവപ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയറിൻ്റെ ശരാശരി ഉയരം 8 കിലോമീറ്റർ വരെയും ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയറിൻ്റെ ശരാശരി ഉയരം 18 കിലോമീറ്റർ വരെയാണ്. ധ്രുവപ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയറിൻ്റെ ശരാശരി ഉയരം 8 കിലോമീറ്റർ വരെയും ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയറിൻ്റെ ശരാശരി ഉയരം 18 കിലോമീറ്റർ വരെയാണ്. ഓക്കെ, ഇനി ട്രോപ്പോസ്ഫിയറിൻ്റെ മുകളിലായി കാണപ്പെടുന്ന സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ്. ചോദിച്ചിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയറിൻ്റെ മുകളിലായി കാണപ്പെടുന്ന സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ്. ഈ സംക്രമണ മേഖല എന്ന് പറയുന്നത് 2 പ്രധാനപ്പെട്ട അന്തരീക്ഷ മണ്ഡലങ്ങളെ വേർതിരിക്കുന്ന ഭാഗത്തെയാണ് സംക്രമണ മേഖല എന്ന് പറയുന്നത്. 2 പ്രധാനപ്പെട്ട അന്തരീക്ഷ മണ്ഡലങ്ങളെ വേർതിരിക്കുന്ന ഭാഗമാണ് സംക്രമണ മേഖല. ഓക്കെ, അപ്പോൾ ട്രോപ്പോസ്ഫിയറിൻ്റെ മുകളിലായി കാണപ്പെടുന്ന സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ്. അതായത് ട്രോപ്പോസ്ഫിയറിനെയും അതേപോലെ സ്ട്രാറ്റോസ്ഫിയർ, നെക്സ്റ്റ് അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗമാണ് ട്രോപ്പോപാസ്. ഓക്കെ, അന്തരീക്ഷത്തിലെ 2ാമത്തെ പാളിയായ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ കാര്യം നോക്കാം. ട്രോപ്പോസ്ഫിയറിന് മുകളിലായി ഏകദേശം 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് മുകളിലായി ഏകദേശം 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ. ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ. ചോദിക്കാറുള്ളതാണ്. ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. അതേപോലെ ഓസോൺ പാളി, സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന ഭാഗം, അതേപോലെ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയും സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓക്കെ, ഇനി സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായി കാണപ്പെടുന്ന സംക്രമണ മേഖലയാണ് സ്ട്രാറ്റോപാസ്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായി കാണപ്പെടുന്ന സംക്രമണ മേഖലയാണ് സ്ട്രാറ്റോപാസ്. ഓക്കെ, സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായി ഏകദേശം 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന ഭാഗമാണ് മീസോസ്ഫിയർ, അടുത്ത അന്തരീക്ഷ പാളി. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായി ഏകദേശം 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന ഭാഗമാണ് മീസോസ്ഫിയർ.
ഇവിടെ ഉയരം കൂടുന്നതനുസരിച്ച് താപനില കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഉയരം കൂടുന്നതനുസരിച്ച് താപനില കുറഞ്ഞു വരുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മീസോസ്ഫിയർ ആണ്. ഉൽക്കാപതനം സംഭവിക്കുന്ന അന്തരീക്ഷ പാളി ചോദിച്ചിട്ടുണ്ട്. ഉൽക്കാപതനം സംഭവിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മീസോസ്ഫിയർ ആണ്. താപനില കുറഞ്ഞു വരുന്നത് കാരണം ഉൽക്കകളൊക്കെ ചാരമായിട്ട് മാറുന്നത് ഈ മീസോസ്ഫിയറിലെത്തുമ്പോഴാണ്. മീസോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിലെത്തുമ്പോഴാണ് ഉൽക്കകളൊക്കെ ചാരമായിട്ട് ചാമ്പലായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഉൽക്കാപതനം സംഭവിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മീസോസ്ഫിയർ ആണ്. ഉയരം കൂടുന്നതനുസരിച്ച് താപനില കുറഞ്ഞു വരുന്ന ഭാഗമാണ് ഇത് മീസോസ്ഫിയർ. ഓക്കെ, ഇനി മീസോസ്ഫിയറിനും അടുത്ത അന്തരീക്ഷ പാളിയായ തെർമോസ്ഫിയറിനും ഇടയിലുള്ള സംക്രമണ മേഖലയാണ് മീസോപാസ്. മീസോസ്ഫിയറിനും തെർമോസ്ഫിയറിനും ഇടയിലുള്ള സംക്രമണ മേഖലയാണ് മീസോപാസ്. ഓക്കെ, ഇനി അടുത്ത അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. മീസോസ്ഫിയറിന് മുകളിലായി ഏകദേശം 80 കിലോമീറ്റർ തൊട്ട് 600 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഭാഗമാണ് തെർമോസ്ഫിയർ. മീസോസ്ഫിയറിന് മുകളിലായി ഏകദേശം 80 കിലോമീറ്റർ തൊട്ട് 600 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഭാഗമാണ് ഇത് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിൻ്റെ ഭാഗമായി വരുന്ന ഭാഗമാണ് അയണോസ്ഫിയർ. ചോദിച്ചിട്ടുണ്ട്. തെർമോസ്ഫിയറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഭാഗമാണ് അയണോസ്ഫിയർ. ഉയരം കൂടുന്നതനുസരിച്ച് താപം കൂടുന്ന മേഖലയാണ് അയണോസ്ഫിയർ. തെർമോസ്ഫിയറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗമാണ് അയണോസ്ഫിയർ. ഉയരം കൂടുന്നതനുസരിച്ച് താപം കൂടുന്ന മേഖല ഏതാണ്? തെർമോസ്ഫിയർ ആണ്. പേര് പോലെ തന്നെ താപം കൂടുന്ന മേഖലയാണ് ഇത് തെർമോസ്ഫിയർ. നമ്മൾ പറഞ്ഞു തെർമോസ്ഫിയറിൻ്റെ ഭാഗമായി വരുന്ന ഭാഗമാണ് അയണോസ്ഫിയർ. ഭൗമകേന്ദ്രങ്ങളിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന റേഡിയോ തരംഗങ്ങളെ തിരിച്ച് ഭൂമിയിലേക്ക് പ്രതിഫലിപ്പിക്കുന്നത് അയണോസ്ഫിയർ ആണ്. ചോദിച്ചിട്ടുണ്ട്. ഭൗമകേന്ദ്രത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന റേഡിയോ തരംഗങ്ങളെ തിരിച്ച് ഭൂമിയിലേക്ക് പ്രതിഫലിപ്പിക്കുന്നത് അയണോസ്ഫിയർ ആണ്. ഓക്കെ, അപ്പോൾ ഉയരം കൂടുന്നതനുസരിച്ച് താപനില കൂടുന്ന മേഖല ഏതാണ്? തെർമോസ്ഫിയർ ആണ്. ഓക്കെ, അടുത്ത അന്തരീക്ഷ പാളിയാണ് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് ഇത് എക്സോസ്ഫിയർ. അപ്പർ മോസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. എക്സോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളി എക്സോസ്ഫിയർ ആണ്. തെർമോസ്ഫിയറിന് മുകളിലായി ഏകദേശം 10,000 കിലോമീറ്റർ ബഹിരാകാശത്തോട് വ്യാപിച്ചു കിടക്കുന്നതാണ് ഇത് എക്സോസ്ഫിയർ. തെർമോസ്ഫിയറിന് മുകളിലായി ഏകദേശം 10,000 കിലോമീറ്റർ ബഹിരാകാശത്തോട് വ്യാപിച്ചു കിടക്കുന്നതാണ് ഏത് സ്ഫിയർ? എക്സോസ്ഫിയർ. ഇവിടെ ഹൈഡ്രജൻ, ഹീലിയം ഒക്കെ ധാരാളമായി കാണപ്പെടുന്നു. ഹൈഡ്രജനും ഹീലിയം ഒക്കെ ധാരാളമായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? എക്സോസ്ഫിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അന്തരീക്ഷ ഘടനയുമായി ബന്ധപ്പെട്ട് PSC ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. എക്സാമിൽ ഷുവർ ടോപ്പിക്കാണ് അന്തരീക്ഷ ഘടന. ഉറപ്പായിട്ടും പഠിച്ചിരിക്കണേ. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.